ഹലോ വെൽക്കം ബാക്ക്. ഒരു കുട്ടി വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് തോന്നിയതാണ് ഒരു വ്ളോഗ് എടുക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിന് പോകുന്നത് മുതൽ അന്നത്തെ രാത്രി വരെയുള്ള കംപ്ലീറ്റ് വിശേഷങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ വിശേഷങ്ങൾ മാത്രമല്ല കേട്ടോ, റെസിപ്പിയും ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. കാരണം റെസിപ്പി ഇല്ലാണ്ട് എനിക്കൊരു വ്ളോഗ് കംപ്ലീറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. ഒരു സ്പെഷ്യൽ നല്ല അടിപൊളി ഐറ്റം തന്നെ കേട്ടോ റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു വെക്കുക. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ എന്നെ പറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വഴിയേ പറയാം കേട്ടോ. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നല്ല മഴയാണല്ലേ. അപ്പോൾ ഈ ഒരു മഴയത്ത് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല, പ്രത്യേകിച്ച് ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ബസ്സിലേക്ക് മാറി കയറുക എന്നുള്ള ടൈം വരുമ്പോൾ. പക്ഷേ എന്താ പറയുക, ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമുക്കത് ഒഴിച്ചു വിടാൻ പറ്റില്ല. പോയല്ലേ നിവർത്തിയുള്ളൂ അല്ലേ. അങ്ങനെ രാവിലത്തെ നമ്മൾ ഓട്ടപ്പാച്ചിലും കാര്യമൊക്കെ കഴിഞ്ഞ് അവസാനം അതാ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്രയൊക്കെ നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നേരം വൈകി ഒരു 10-15 മിനിറ്റൊക്കെ ലേറ്റായിട്ടാണ് ഞാൻ അധികം ക്ലാസ്സിലെത്തൽ. നേരത്തെ എത്തുന്ന ദിവസങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ 3 അവർ തിയറി ക്ലാസ്സും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 3 അവർ ലാബും, അങ്ങനെയാണ് ക്ലാസ് ഡെയിലി ഉണ്ടാവാറ്. അതിനിടയ്ക്ക് ഞാൻ ലഞ്ചും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചക്കുള്ള ലാബ് സെഷൻ നമ്മൾ എങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ ലാബ് പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങലാണ്. കാരണം 5 മണി വരെയാണ് ക്ലാസ്. അപ്പോൾ ഒരുപാട് ഇരുന്ന് ചെയ്യാൻ നിന്നാൽ എന്തായാലും വീട്ടിലെത്തുമ്പോൾ നല്ല ലേറ്റാവും. അങ്ങനെ ഇന്നത്തെ നമ്മളെ പരിപാടികളൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. രാവിലെ നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ തിരിച്ച് മഴയത്ത് അങ്ങോട്ടേക്ക് പോകും വേണം. ആ ഒരു ബസ്സിലുള്ള പോക്ക് ആലോചിക്കുമ്പോഴാണ് ഒരു മടുപ്പ് വരുന്നത്. ഈ മഴയത്ത് നനഞ്ഞൊട്ടി പോകാമെന്നൊക്കെ പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ. പക്ഷേ ബസ്സിൽ പാട്ടിടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഓരോ പാട്ടിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു മൂഡിനനുസരിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞിങ്ങനെ പോകും. ആ ഒരു ഫീല് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവും? ആ ഒരു പാട്ടും ആസ്വദിച്ച് സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു കാര്യമാണ്. തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് നിന്ന് പിന്നെ ഞാൻ പപ്പൻ്റെ കൂടെ കാറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പപ്പയും അമ്മയും അനിയനും കൂടി അനിയനെ കോളേജിൽ ചേർത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേർക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാനും അതിൽ കയറി പറ്റിട്ടോ. അങ്ങനെ അവരെൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് തറവാട്ടിലേക്കാണ്. കാരണം അവിടെയാണല്ലോ നമ്മളെ കുട്ടീസൊക്കെ ഉണ്ടാവുക. ശേഷം സ്കൂൾ വിട്ട് വരുന്നതും റൈക്ക ഉണ്ടാവുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ കുറേ നേരം നിന്നതിന് ശേഷമാണ് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. അധിക ദിവസം അവിടുന്ന് ചായ കുടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരല്. കാരണം ഉമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ചില ദിവസം നമ്മൾ പുറത്തുനിന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നിങ്ങനെ ഡയറക്റ്റ് ഇങ്ങോട്ട് വരികയും ചെയ്യും. അതുപോലെ ചിലപ്പോൾ നേരത്തെ എത്തുന്ന ദിവസങ്ങൾ ഒരു 3 മണിക്ക് മുന്നൊക്കെ ചില ദിവസം എത്താറുണ്ട്. അപ്പം അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കേശിനൊക്കെ പഠിക്കാനാക്കി റേക്കനൊക്കെ മേലേക്ക് മൊത്തം സെറ്റൊക്കെ ആക്കിയതിന് ശേഷം നമ്മളെ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. മൊത്തം ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പണിയെടുക്കാനും ഒരു ഉഷാറല്ലേ. അപ്പോൾ ആ ഒരു ഡിഷ് റാക്കിലുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ആദ്യം അവിടുന്ന് മാറ്റി ശേഷം പാത്രമൊക്കെ നന്നായിട്ട് കഴുകി വെച്ചു കേട്ടോ. രാവിലെ പോകുമ്പോൾ ചായ കുടിച്ച പാത്രങ്ങളും അതുപോലെ തന്നെ ഞാനും കേശിയും കൊണ്ടുപോയിട്ടുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെയാണ് ക്ലീൻ ആക്കാനുള്ളത്. അപ്പോൾ അത് ആദ്യം ക്ലീൻ ആക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഡിന്നറിൻ്റെ പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനൽ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല കേട്ടോ. അപ്പം പലരുടെയും വിചാരം മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. ഓൾമോസ്റ്റ് മോണിറ്റൈസേഷൻ ആവാനായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഗിവ് അവേ കൊടുത്തത് എന്താണെന്ന് പിന്നെ ചോദിക്കുന്നവരുണ്ട്. അപ്പം ഗിവ് അവേ കൊടുത്തത് എന്താ പറയുക, നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമുക്കുള്ള സപ്പോർട്ടേഴ്സിനെ ഒന്ന് എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ സന്തോഷം അവരെ അറിയിക്കുക, അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഗിവ് അവേ കൊടുത്തിട്ടുള്ളത് കേട്ടോ.
അല്ലാതെ ഇത് മോണിറ്റൈസ്ഡ് ആയതുകൊണ്ടോ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ വരുന്നതുകൊണ്ടോ ഒന്നോ അങ്ങനെയൊന്നും കൊടുത്തതല്ല. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഓൾമോസ്റ്റ് മോണിറ്റൈസേഷൻ ആവാനായിട്ടുണ്ട്. പക്ഷേ ഇന്നാവും ഇപ്പോൾ ആവും എന്ന് കരുതി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു വാച്ച് അവേഴ്സ് അങ്ങോട്ട് കുറഞ്ഞു പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒന്ന് ക്ലൈംബ് അപ്പ് ചെയ്ത് ആ ഒരു കൺസ്ട്രെയിൻ്റ് ആയി വരുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ കേട്ടോ സിറ്റുവേഷൻ. ഇതിപ്പോൾ എത്രയോ വർഷം ത്തിൻ്റെ മേലായി ഓൾമോസ്റ്റ് ഇപ്പോൾ ആവുമെന്ന് കരുതി നിൽക്കുന്നത്. പക്ഷേ അതെന്തോ അങ്ങോട്ട് കംപ്ലീറ്റ് ആവില്ല. ചിലപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാഞ്ഞിട്ടായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് എന്നുള്ള രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണാം, പുതിയ വീഡിയോസും കാണാം. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നല്ല നല്ല കമൻസും കൂടി കൊടുക്കാം കേട്ടോ. അപ്പം കമൻസും ലൈക്കും ഒക്കെ കൂടുതൽ വരുമ്പോഴാണ് വീഡിയോ മറ്റുള്ളവർക്ക് സജഷനിൽ അധികം പോവുക. അപ്പോൾ വീഡിയോ കാണുന്നതിലാണ് കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം ചിലർക്കൊക്കെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും, പക്ഷേ ഈ പറഞ്ഞതൊക്കെ ചെയ്യാനുള്ളൊരു മടി ഉണ്ടാവും. അതുപോലെ തന്നെ ചിലർ ചെയ്യാമെന്ന് കരുതി വെച്ചിട്ട് പിന്നെ ലാസ്റ്റിലേക്ക് മറന്നു പോകുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നത്. നിങ്ങൾ ഷുവറായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്ലീസ് ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും തുടർന്നും ഗിവ് അവേസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം, ഇൻഷാ അല്ലാ. പക്ഷേ അത് ഇനി നമ്മൾ മോണിറ്റൈസ്ഡ് ആയിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് മുന്നേ ഒരു ഗിവ് അവേ ഇനി ചെയ്യുന്നില്ല. അങ്ങനെ പാത്രം കഴുകലും കാര്യമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ചെടികളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല മോശമായിട്ടുണ്ട്, ഡള്ളായി വരുന്നുണ്ട്. വെള്ളമുണ്ട്, പക്ഷേ വെള്ളം മാറ്റിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ 2-3 ആഴ്ച ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊന്നും എനിക്കെന്തോ അവരെ ശ്രദ്ധിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിലെ പ്ലാന്റ്സിനൊക്കെ എടുത്തിട്ട് നന്നൊന്ന് ഫ്രഷ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ കൗണ്ടർ ടോപ്പിൽ കാണുന്നതൊക്കെ ഞാൻ ആ ഡിഷ് ട്രാക്കിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കണം. അതൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്കിവിടെ വേറെ എന്തെങ്കിലും പണിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പ്ലാന്റ്സ് തൊട്ടുകൊണ്ട് തന്നെ ഇവിടുത്തെയും പ്ലാന്റ്സ് ആദ്യം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ എനിക്ക് പ്ലാന്റ്സിനെ കെയർ ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും മിനിമലായിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ തോന്നാറുണ്ട്. പക്ഷെ എന്തോ അതിനെ കെയർ ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യം തോന്നാറില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓവറാക്കി കൊളാക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് മാത്രം സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡിന്നറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാനും കേശും ടിഫിനായിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി വരുമ്പം ഇതുപോലെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ചെയ്യാൽ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ദിവസം ലഞ്ച് ഉണ്ടാക്കിയ സമയത്ത് അത് എന്തോ ആരും കഴിച്ചില്ല. രാത്രിയാകുമ്പോൾ പിന്നെ പൊതുവേ ഈ പറയുന്ന എനിക്ക് പോലും ചോറ് കഴിക്കാൻ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ 2 ദിവസം നിന്നതിന് ശേഷം അത് ഞാൻ ഒഴിവാക്കി. അത്രയും ചോറ് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിനൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് തോട്ടായി. അതിന് ശേഷം പിന്നെ എനിക്ക് ലഞ്ച് ഉണ്ടാക്കാൻ തോന്നിയിട്ടില്ല. ഈ ഒരാഴ്ച ഫുൾ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ തലേന്നൊക്കെ പ്രിപ്പയർ ആക്കി വെക്കും, പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ വേണ്ട, ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ ഈ ഒരു ചെമ്മീനും ഞാൻ അതുപോലെ കറി വെക്കാമെന്ന് കരുതി എടുത്ത് വെച്ചാണ്. ഇത് കറി വെക്കാനുള്ള ചക്കക്കുരു വരെ ഞാൻ തൊലിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയിട്ടില്ല. അങ്ങനെ എന്നാൽ പിന്നെ ഇന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചെമ്മീൻ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ഞാൻ സീസൺ ചെയ്തെടുക്കുകയാണ്. അതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് പാപ്രിക്ക പൗഡറും കുറച്ച് ഗാർലിക് പൗഡറും. അപ്പോൾ ഗാർലിക് പൗഡറൊക്കെ ഇല്ലാത്തവർ സാധാരണ വെളുത്തുള്ളി കുത്തിയിട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുള്ളത് കറിക്ക് വേണ്ടി ഞാൻ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ തലയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നി പാസ്തയിലേക്ക് ആയതുകൊണ്ട് തല വേണ്ടാന്ന്. അങ്ങനെ പിന്നെ ആ തല മൊത്തം ഞാൻ നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തല എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉള്ളൂ, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു വലിയ സവാളയും അതുപോലെ തന്നെ ഒരു 5-6 അല്ലി ചെറിയ വെളുത്തുള്ളിയും കൂടി ഒന്ന് നൈസായിട്ട് നുറുക്കിയെടുക്കാം.
അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നതിന് മുന്നേ ഞാൻ പാസ്ത വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും കരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിൽ ഞാൻ ഓൾറെഡി ഉപ്പും ഓയിലും ചേർത്താണ്. പാസ്ത വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാൽ കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഞാൻ മുന്നേ ഒരു പാസ്ത ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പെഗറ്റീൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് മീറ്റ് ബോൾസ്. അപ്പോൾ അതിന്ന് എടുത്ത് വെച്ചിട്ടുള്ള ബാലൻസ് സ്പെഗറ്റിയാണിത്. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഈ ഒരു സ്മോൾ എൽബോസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക, അത് ഏത് പാസ്ത ആയാലും കുഴപ്പമില്ല കേട്ടോ. ബാലൻസ് വന്നത് ഞാൻ കൈയോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. എല്ലാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, ആ ഒരു കുത്താളം ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് അത് യൂസ് ചെയ്ത് തീർക്കും വേണം. അപ്പോൾ പാസ്ത ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളം വാർത്തിയെടുക്കാം കേട്ടോ. പാസ്തേൻ്റെ വേവ് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 9 മുതൽ 11-12 മിനിറ്റിനുള്ളിൽ ഓരോ പാസ്തയ്ക്ക് അനുസരിച്ചിട്ടോ. അപ്പോൾ അത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയത്. പാസ്ത കറക്റ്റായിട്ട് വേവ് എന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്തൊന്ന് കടിച്ചു നോക്കുന്ന സമയത്ത് വെന്തോന്ന് ചോദിച്ചാൽ വേവും വേണം, പക്ഷെ ആ ഒരു ചെറിയ കടി അവിടെ ഉണ്ടാവും വേണം. ആ ഒരു രീതിക്കാണ് കേട്ടോ എൽഡെൻ്റെ എന്നാണ് ആ ഒരു വേവിന് വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ആ ഒരു രീതിക്കാണ് പാസ്ത സെറ്റാക്കി എടുക്കേണ്ടത്. അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ഈ ഒരു നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കുറച്ചൊരു ഓയിൽ വെച്ചിട്ട് അതിൽ ഒന്ന് ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ചെമ്മീനും അതുപോലെ തന്നെ ഒന്ന് കുക്കായി വന്നാൽ മതി, ഒരുപാട് ഫ്രൈ ആയിട്ട് അങ്ങനെ ഹാർഡായിട്ട് വരണ്ട കേട്ടോ. നമ്മൾ നല്ലോണം വെന്തോട്ടെ എന്ന് കരുതിയിട്ട് ഓവർ കുക്ക് ചെയ്യുന്ന പല സാധനങ്ങളും അതിൻ്റെ കറക്റ്റ് പ്രോട്ടീൻസും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ നഷ്ടമാവുകയാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വേവിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ചെമ്മീൻ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാനത് കോരി മാറ്റുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അത്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ ചെമ്മീൻ പൊരിച്ച ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും സവാളയൊക്കെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. മൂപ്പിച്ചെല്ലാം വാട്ടിയെടുക്കാൻ വേണ്ടി പോവാണ്. ഇനി ഈ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആയി വന്നാൽ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് പിസ്സ സോസാണ് കേട്ടോ. പിസ്സ പാസ്ത സോസ്, ഇത് റെഡിമെയ്ഡായിട്ട് ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തക്കാളി അരച്ചിട്ട് ചേർക്കുക, അതല്ലെങ്കിൽ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ തക്കാളി അരച്ചിട്ടൊക്കെയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി, അതുപോലെ തന്നെ പഞ്ചസാര, സുർക്ക ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. സാധാരണ നമ്മൾ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്യുക. ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ. ഞാനിതിലേക്ക് ഒരു 3/4 കപ്പോളം ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട്, ഇത് നല്ല തിക്കാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചിക്കൻ സ്റ്റോക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ആ പാസ്ത വേവിച്ച വെള്ളമോ പിന്നെ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പം ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അതും കൂടാണ്ട് ഒരു 1/2 ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഇത്തിരി ഉപ്പ് ചേർത്താൽ മതി. പാസ്തയിലേക്ക് നമ്മൾ ഓൾറെഡി ചേർത്തതാണ്, അതുപോലെ തന്നെ ചെമ്മീനിലേക്കും ചേർത്തതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചീസും കൂടി ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിലും കുറച്ച് ഉപ്പ് ഉണ്ടാവും. അതും കൂടി കണക്കിലാക്കിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഒറിഗാനോ, ബേസിൽ, പാഴ്സ്ലി ആ ഒരു മിക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഹെർബ് ആണോ ഉള്ളത് അത് ചേർക്കുക.
ഇനി ചീസായിട്ട് ഞാനിവിടെ പ്രോസസ് ബ്ലോക്ക് ചീസാണ് എടുത്തിട്ടുള്ളത്. അതല്ല സ്ലൈസ് ആണെങ്കിൽ അതെടുക്കുക. ഏറ്റവും നല്ലത് ചെദാർ അല്ലെങ്കിൽ പാമസൻ ചീസാണ്. പക്ഷേ അതൊക്കെ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടും കോസ്റ്റ്ലി ആയതുകൊണ്ടും നമ്മളിപ്പം അവൈലബിൾ ആയിട്ടുള്ള ചീസ് യൂസ് ചെയ്താൽ കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ചെമ്മീൻ കൂടി അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ എപ്പോഴും നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൽ ചീസ്, ബട്ടർ, ഗീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഗീ ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മിൽക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചീസൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ പറ്റുന്ന രീതിയിൽ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാസ്തയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാൻ പോവാണ്. ഓവറായിട്ട് കുറുകൊന്നും വേണ്ട. അത് തണുത്ത് കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് നല്ല ആ ഒരു കറക്റ്റ് ഫോമിലായി വരും കേട്ടോ. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിൽ വളരെ കുറച്ച് സ്പൈസസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു മൈൽഡ് ക്രീമി ഫ്ലേവറാണ് ഈ ഒരു പാസ്തയ്ക്ക് ഉണ്ടാവുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവും, വലിയവർക്കും നല്ല ഇഷ്ടമാവും. അപ്പം എന്തായാലും ട്രൈ ആക്കി നോക്കാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ പാസ്തയിലേക്ക് എത്തിയുള്ള ബാക്കി ഫ്രഷ് ക്രീം ഞാനവിടെ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് അതിൽ ഈത്തപ്പഴം കൂട്ടി കഴിക്കാൻ ഒരാളെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീമിൽ അങ്ങനെ ഈത്തപ്പഴം കൂട്ടി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഫിഗും കഴിച്ച് നോക്കി, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാസ്ത ഒക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതാണല്ലോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതും കൂടി ഒന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ഒരു സിങ്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സിങ്കാണ് കേട്ടോ. സാധാരണ സ്റ്റീൽ സിങ്കിനേക്കാളും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള സിങ്കിനെ പോലെയല്ല, നമുക്ക് ക്ലീനാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് എല്ലാവരും പറയുക. പക്ഷെ നമ്മൾ ഡെയിലി ക്ലീനാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാനിതുപോലെ ഏതെങ്കിലും ഒരു ലിക്വിഡ് എടുത്തിട്ട് ചിലപ്പോൾ ഡിഷ് വാഷാവും, ചിലപ്പോൾ ഹാൻഡ് വാഷാവും, എന്താണോ എനിക്ക് ആ ഒരു സമയത്ത് തോന്നുന്നത് ആ ഒരു ലിക്വിഡ് എടുത്തിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ ചെയ്യാം. പിന്നെ അതിന് ഇന്ന സമയമൊന്നുമില്ല, എപ്പോഴാണോ എനിക്ക് മോശമായിട്ട് തോന്നുന്നത് അപ്പം ഞാൻ ക്ലീൻ ചെയ്യും. ചിലപ്പം രാവിലെ പാത്രം കേൾക്കുമ്പോഴാവാം, ചിലപ്പോൾ ഉച്ചക്കാവാം, ചിലപ്പോൾ ഇതുപോലെ ഏറ്റവും അവസാനം രാത്രി ആയിരിക്കാം. അപ്പോൾ എപ്പോഴാണോ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യുക. പക്ഷെ അത് ഒരു ഹാബിറ്റ് ആക്കിയിട്ട് ഡെയിലി ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ അങ്ങനെ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് ഇതാ ഇവിടെയും കൂടി ഒന്ന് തൂത്ത് തുടച്ചിടാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ആ ഒരു ഹുഡിലും ഹോപ്പിലൊക്കെ നന്നായിട്ട് എന്താ പറയുക ഓയിൽ സ്പില്ലേജ് ഉണ്ടായിട്ട് ഇങ്ങനെ പാടുപോലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വരുന്ന സൺഡേ സാറ്റർഡേ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അത് ശ്രദ്ധിച്ച സ്ഥിതിക്ക് പിന്നെ നമുക്കത് ക്ലീൻ ആക്കാഞ്ഞാലൊരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ക്ലീൻ ആക്കിയിടാൻ വിചാരിച്ചു. ഡീപ്പായിട്ട് നമുക്ക് പിന്നെ ചെയ്യാമല്ലോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കി വെക്കേണ്ട കുറച്ച് കാര്യം കൂടി ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാൻ പോകട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നാളെ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്നത് ഓട്ടടയും അതുപോലെ തന്നെ ചെറുപയർ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിയും അതുപോലെ തന്നെ ചെറുപയറൊക്കെ ഒന്ന് കഴുകി പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എണീറ്റ് വന്നിട്ട് പിന്നെ എന്തുണ്ടാക്കണമെന്ന് ആലോചിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ. പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം നമുക്ക് അത് ആലോചിച്ചിട്ട് തീരുമാനിച്ചുണ്ടാക്കാനുള്ള ടൈമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതൊന്നും നടക്കില്ല. എന്താണെന്നുണ്ടെങ്കിലും റെഡിയാക്കി തലേന്ന് ജസ്റ്റ് ഒരു ഉള്ളിയെങ്കിലും അരിഞ്ഞ് വെച്ചാൽ പിന്നെ രാവിലെ പെട്ടെന്ന് അടുത്തുണ്ടാക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ നമ്മളിതാ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക്സ്. അതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.